ഹായ് മോംസ്, വെൽക്കം ടു ടീൻ ടു ടൈനി ഫാമിലി. എൻ്റെ ബ്രസ്റ്റ് മിൽക്ക് ഡബിളാക്കാൻ ഞാൻ ചെയ്ത ടിപ്സാണ് ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. എൻ്റെ മൂത്ത മോൾക്ക് ഞാൻ ഫോർമുല ഫീഡാണ് ചെയ്തത്. എന്നാൽ ഇപ്പോൾ എൻ്റെ ഇളയാൾക്ക് ഞാൻ കംപ്ലീറ്റ്ലി ബ്രസ്റ്റ് ഫീഡിംഗ് ആണ് ചെയ്യുന്നത്. അതിന് എന്നെ സഹായിച്ച കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്നത്. നമുക്കിനി ടിപ്സിലോട്ട് പോകാം. ഒന്നാമത്തത് വാട്ടർ. നമ്മുടെ ബ്രസ്റ്റ് മിൽക്കിൻ്റെ 87% വെള്ളമാണ്. അതുകൊണ്ട് തന്നെ ദിവസവും 3 മുതൽ 4 ലിറ്റർ വെള്ളം കുടിക്കുക. ഇനി അത് ജീരക വെള്ളമോ ഉലുവ വെള്ളമാണെങ്കിൽ കുറച്ചും കൂടെ ബെസ്റ്റാണ്. രണ്ടാമത്തത് ഓട്സ്, ബദാം, ഉലുവ ഇതൊക്കെ ഫുഡിൽ ഉൾപ്പെടുത്തുക. ഉലുവ വെള്ളമായോ കഞ്ഞിയായിട്ടോ കുടിക്കാം. ബദാം ബ്രസ്റ്റ് മിൽക്കിന് കൊഴുപ്പ് കൊടുക്കുന്ന ഒന്നാണ്. അപ്പോൾ ഈ കൊഴുത്ത പാലാണ് കുഞ്ഞിന് ആരോഗ്യത്തിന് നല്ലത്. ഓട്സ് രാവിലെയോ രാത്രിയോ കഴിക്കാവുന്നതാണ്. ആഴ്ചയിൽ 3-4 ദിവസം ചിക്കനും മീനും ഉൾപ്പെടുത്താം. മുരിങ്ങയില പോലുള്ള ലീഫി വെജിറ്റബിൾസ്, ഇലക്കറികളൊക്കെ കഴിക്കുക. മൂന്നാമത്തത് കുഞ്ഞിനെ കൊണ്ട് നന്നായി ബ്രസ്റ്റ് ലാച്ച് ചെയ്യിപ്പിക്കുക. കുഞ്ഞ് വലിച്ചു കുടിക്കുമ്പോഴാണ് മിൽക്ക് പ്രൊഡക്ഷൻ നടക്കുന്നത്. ഇനി കുഞ്ഞ് ബോട്ടിൽ ഫീഡാണ്, കുഞ്ഞ് നന്നായി ലാച്ച് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബ്രസ്റ്റ് പമ്പ് യൂസ് ചെയ്യാം. ബ്രസ്റ്റ് പമ്പ് തന്നെ മാനുവൽ പമ്പും ഉണ്ട്, ഇലക്ട്രിക് ബ്രസ്റ്റ് പമ്പും ഉണ്ട്. അതിലൂടെ പവർ പമ്പ് ചെയ്യുമ്പോൾ മിൽക്ക് പ്രൊഡക്ഷൻ ഉണ്ടാവും. ഇനി പവർ പമ്പിങ് എന്താണെന്ന് അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. നാലാമത്തത് നൈറ്റ് ഫീഡ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. കാരണം നൈറ്റിലാണ് പ്രൊലാക്റ്റിൻ ഹോർമോൺ നമ്മളെ ബോഡിയിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. രാത്രി ടൈം തന്നെയാണ് പാല് കൂടുന്ന ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത്. ഇതൊക്കെ കൺസിസ്റ്റൻസി ആയിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് 7 ദിവസത്തിനുകൊണ്ട് നമുക്ക് ബ്രസ്റ്റ് മിൽക്ക് ഡബിൾ ആക്കാൻ കഴിയും. ഇനി ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുന്ന അമ്മമാരാണെങ്കിൽ അയൺ ടാബ്ലറ്റും കാൽഷ്യം ടാബ്ലറ്റും ഡെയിലി കഴിക്കണം. ഇത് ഒരുമിച്ച് കഴിക്കരുത്. അയൺ രാവിലെയോ കാൽഷ്യം രാത്രിയോ അല്ലെങ്കിൽ രാവിലെ ഉച്ചയ്ക്കോ കഴിക്കണം. ഒരുമിച്ച് കഴിക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്